എന്താ പിന്നെ കൊറിയർ അയക്കണ്ടേ? കഴിഞ്ഞില്ലേ? പണി തീർന്നുകൊണ്ടിരിക്കുന്നു. ഞാനെല്ലാം കാണിച്ചു തരാം ചെയ്തത്. ഇത് നല്ല കട്ടപ്പണിയിലായിരുന്നു. നമ്മുടെ തന്നെ ഒരു റിലേറ്റീവ് UK കുറച്ചധികം ഡ്രസ്സുകളൊക്കെ കൊടുത്തുവിടാനുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇപ്പോൾ ഒരു കോട്ടണിൽ വന്നിരിക്കുന്ന ഇതുപോലത്തെ ഒരു കോഡ് സെറ്റായിരുന്നു. ടോപ്പ് ഒരു പാനൽ കട്ടിലും കോളർ നെക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ എംബ്രോയ്ഡറിയൊക്കെ വരുന്ന മെറ്റീരിയലായിരുന്നു. രണ്ടാമത്തെ അവർക്കൊരു പാഡഡ് ബ്ലൗസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബാക്ക് ഓപ്പൺ ആയിട്ട് മെറ്റീരിയൽ വരുന്നത് നെറ്റിലായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പണിയായിരുന്നു, എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അവരുടെ തന്നെ ഒരു ഓഫ് വൈറ്റ് നോർമൽ ഒരു സൽവാറാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓർഗൻസ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അതിനൊരു സിഗരറ്റ് ബോട്ടവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ തന്നെയാണ് കൊറിയർ ഓഫീസിൽ പോയി കൊറിയറൊക്കെ അയക്കുന്നത്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഹസ്ബൻഡിനെ പിടിച്ച് നിർത്തിയൊക്കെയായിരുന്നു കൊറിയർ അയക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഡ്രസ്സ് തമിഴ്നാട്ടിലൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ജിൽ കോഫി കളറിലൊരു മെറ്റീരിയലായിരുന്നു. ജോർജറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് കുറച്ച് സ്പെഷ്യലായിരുന്നു. ഒരു പട്ടിയാല ബോട്ടം നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പട്ടിയാല പാൻറ്റാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു ഷോളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഷോള് റെഡി ആയിട്ടുണ്ടായില്ല. നമ്മൾ നെറ്റിലാണ് ഷോള് ചെയ്തത്. നെറ്റിൻ്റെ ബോർഡർ നമ്മുടെ വർക്ക് മെറ്റീരിയൽ ബോർഡറായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം കാണിച്ച കസ്റ്റമറുടെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു പട്ടുപാവാട ആണ്. അതിൻ്റെ ടോപ്പ് വരുന്നത് ഇതുപോലത്തെ ബ്രൊക്കേഡ് ഫാബ്രിക്കിൽ ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് നല്ലൊരു പട്ടുപാവാട സെറ്റായിരുന്നു. പിന്നെ ഒരുപാട് പണിയുണ്ട്. ഈ ഒരു ഡ്രസ്സും പിന്നെ ഇത് കൂടാതെ ഒരു 6 ബ്ലൗസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്